ഹലോ ഗൈസ്, അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ടേസർ എസ് പ്ലസ് ഓട്ടോമാറ്റിക്, അതായത് ടേസറിൻ്റെ മൂന്നാമത്തെ വേർഷൻ 1.2 ലിറ്ററിൻ്റെ ലാസ്റ്റ് ഓപ്ഷനാണ് ടൊയോട്ടയിൽ. ടേസർ എസ് പ്ലസ് എന്നാണ് വേരിയൻറ്റിൻ്റെ പേര്. ഇതിൽ നമുക്ക് അലോയ് വീൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു വേരിയൻറ്റിലാണ് നമുക്ക് കിട്ടുന്നത്. ഓപ്ഷൻസൊക്കെ അലോയ് വീൽസിൻ്റെ LEDRലൊക്കെ ഇതിൽ വരുന്നത് ഈ ഒരു ഓപ്ഷനിലാണ്. അതായത് ടേസറിൻ്റെ എസ് പ്ലസ് തന്നെ വേരിയൻ്റാണ്. 1.2 ലിറ്റർ ലാസ്റ്റ് ഓപ്ഷനാണിത്. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ ഫീച്ചറാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിച്ചിടാൻ പോകുന്നത്. ജസ്റ്റ് നമ്മൾ സ്ക്രീനിലേക്ക് പോവുകയാണെങ്കിൽ ഇവിടെ തന്നെ നമുക്ക് ഗിയർ ഇൻഡിക്കേഷനൊക്കെ കാണാൻ പറ്റും. പിന്നെ ഫ്യൂവലിൻ്റെത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഇൻസ്ട്രുമെൻറ്റ് പാനൽ അത് വരുന്നത്. പിന്നെ സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെ അനലോഗ് തന്നെയാണ്. പിന്നെ AC വെൻ്റ് നോക്കുകയാണെങ്കിൽ ഒരു എന്താ പറയുക, ഒരു ബ്ലാക്കിൻ്റെ ഷെയ്ഡ് ടൈപ്പ്, ഒരു കാർബൺ ഫൈബർ ടൈപ്പ് മെറ്റീരിയലാണ്. ആ ഒരു ലുക്ക് ഒരു മെറ്റീരിയലാണ് AC വെൻറ്റിൻ്റെ സൈഡിലൊക്കെ വരുന്നത്. പിന്നെ മെയിനായിട്ട് ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസ് ഉണ്ട്. ഓഡിയോ മ്യൂട്ട് ചെയ്യുന്ന വോളിയം അപ്പും നെക്സ്റ്റിൻ്റെ ഒക്കെ സ്വിച്ചാണ്. പിന്നെ കോള് അറ്റൻഡ് ചെയ്യാനുള്ള എന്താ പറയുക, കോളിൻ്റെ കൺട്രോൾസ് ഈ ഒരു ഓപ്ഷനിലുണ്ട്. അതാണ് സ്റ്റിയറിങ്ങിന് വരുന്നത്. പിന്നെ സ്റ്റിയറിങ്ങിൻ്റെ മുകളിൽ ലെതറിൻ്റെ ഫിനിഷിങ്ങും കാര്യങ്ങളൊന്നുമില്ല, അതൊക്കെ നമുക്ക് ഫുൾ ഓപ്ഷനിലാണ് കിട്ടുക. ഡോർ സൈഡിലേക്ക് വരികയാണെങ്കിൽ 4 ഡോർ പവർ വിൻഡോ ആണ്. പ്ലസ് നമുക്ക് അൺലോക്കിൻ്റെ സ്വിച്ച്, പിന്നെ എന്താ പറയുക വിൻഡോൻ്റെത്, പ്ലസ് ഇത് നമുക്ക് എസ്സിൽ തൊട്ട് വരുന്നുണ്ട് കേട്ടോ. മിറർ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ സ്റ്റിക്കാണ്. പിന്നെ മിറർ ഫോൾഡിങ്ങിൻ്റെ സ്വിച്ചാണിത്. നമുക്ക് സ്വിച്ച് മിറർ ഫോൾഡ് ചെയ്യാം. പിന്നെ ഇൻറ്റീരിയറിൽ ഡോർ ഹാൻഡിൽ ഇത് വരുന്നത് ബ്ലാക്കാണ് വരുന്നത്. പിന്നെ ഇവിടെ ഒരു മറൂൺ ടൈപ്പ് ലെതർ ടൈപ്പ് ഫിനിഷിങ്, ലെതറല്ല. ആ പിയാനോ ബ്ലാക്കിൻ്റെ കാർബൺ ഫൈബർ ടൈപ്പ് ഇവിടെയും വരുന്നുണ്ട് കേട്ടോ. ഒരു സ്ക്രീൻ ഇതാണ് നമുക്ക് വരിക. എസ്സിലും എസ് പ്ലസിലും ഇതേ സ്ക്രീനാണ് വരുന്നത്. ഇത് താഴോട്ട് വേണമെങ്കിൽ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഓപ്ഷൻ നമുക്ക് ബേസ് മോഡിലൊട്ടേ ഉണ്ട്, ഇതിലുണ്ട്. പിന്നെ USB പോർട്സ് ഉണ്ട്, ഫോൺ വെക്കാൻ ഒരു സ്പേസ്, ബോട്ടിൽ ഹോൾഡർ. പിന്നെ ഗിയർ ബോക്സ് AMT ആണ്. റിവേഴ്സ്, ന്യൂട്രൽ, ഡ്രൈവ്. പിന്നെ ഡ്രൈവ് മാനുവലും ആണ് ഓപ്ഷൻസ് വരുന്നത്. ഹാൻഡ് ബ്രേക്ക് നോർമൽ തന്നെയാണ്. ബാക്കിൽ AC വെൻ്റൊന്നുമില്ല, അതിൻ്റെ അടുത്തുണ്ട് ഇവിടെ. പക്ഷെ വെൻറ്റും കാര്യങ്ങളും നമുക്ക് മിഡിൽ ഓപ്ഷനിലേ ഉള്ളൂ, AC വെൻറ്റും കാര്യങ്ങളും. പിന്നെ ലൈറ്റിൻ്റെത് ഇതാണ് നമുക്ക് ലൈറ്റ് വരുന്നത്. പിന്നെ നമുക്ക് സൺഷെയ്ഡ്, ഇവിടെ മിററോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൽ നമുക്ക് മിറർ വരും കേട്ടോ. ലെഫ്റ്റ് സൈഡ് കോ ഡ്രൈവ് സീറ്റിൻ്റെ മുകളിൽ നമുക്ക് മിറർ വരും. പിന്നെ ഇൻറ്റീരിയർ ഇതാണ് വരുന്നത്. ഡോൾട്ടോൺ ആണ്. ഒരു മറൂണും ലൈറ്റ് ഗ്രേ വരുന്നുണ്ട്. ഇതൊരു പിയാനോ ബ്ലാക്കിൻ്റെ ആ ഒരു ടൈപ്പ് മെറ്റീരിയലാണ്, പക്ഷേ കളർ സിൽവറാണ്. നൈസ് സ്മൂത്ത് മെറ്റീരിയലാണ് കേട്ടോ. ഇൻറ്റീരിയർ അത്യാവശ്യം നല്ല ഇൻറ്റീരിയർ തന്നെയാണ്. ഡോറിൻ്റെ മുകളിൽ നമുക്ക് വരുന്നത് ഫാബ്രിക്കാണ്, ലെതറല്ല. ഇവിടെയൊക്കെ ഫാബ്രിക് ടൈപ്പാണ് വരുന്നത്. സീറ്റൊക്കെ ആണെങ്കിലും ഡുവൽ ടോൺ ആണ്. മറൂൺ വിത്ത് ബ്ലാക്ക് ഡുവൽ ടോൺ സീറ്റാണ് ഇതിൽ വരുന്നത്. പിന്നെ ആ ഒരു കാർബൺ ഫൈബർ ടൈപ്പ് നമുക്ക് ഇവിടെ ഇൻറ്റീരിയറിൽ വരുന്നുണ്ട്. അത്യാവശ്യം നൈസ് ഒരു ഫിനിഷിംഗ് ആണ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ കീ വരുന്നത് നോർമൽ കീ തന്നെയാണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെതുണ്ട്, എന്താ പറയുക, അൺലോക്കിങ് കാര്യങ്ങളൊക്കെ കീയിൽ വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഓട്ടോമാറ്റിക് കട്ട് ഓഫിൻ്റെ സ്വിച്ച് ഇവിടെ ഉണ്ട്. ഇതൊരു ഫീച്ചർ ബേസ് മോഡലിലൊക്കെ ഉള്ളതാണ്. ലാൻഡ്സൈലൊക്കെ ഉണ്ട്, ഹൈറൈഡിലൊക്കെ ഉണ്ട് ഈ ഒരു ഫീച്ചർ. ഇത്രയാണ് നമുക്ക് ഫ്രണ്ട് സൈഡ് ഇൻറ്റീരിയർ വരുന്നത് കേട്ടോ. ബാക്കിലോട്ട് വരികയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള എന്താ പറയുക ഇൻറ്റീരിയർ തന്നെയാണ്. വണ്ടിക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. പിന്നെ ഇതാണ് നമുക്കിവിടെ ഒരു AC വെൻറ്റിൻ്റെ ഓപ്ഷനിൽ വേറെ ഇതാണ് വരിക. ഇതിൻ്റെ ഒരു മറ്റൊരു USB ഇതുണ്ട്, നമുക്ക് USB ആയിട്ട് യൂസ് ചെയ്യാം, ഒരു പോർട്ട് വാങ്ങി വെച്ചാൽ. ഇത്രയാണ് നമുക്ക് വണ്ടീൻ്റെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതാണ് ടേസർ എസ് പ്ലസ് ഓട്ടോമാറ്റിക്കിൻ്റെ ഇൻറ്റീരിയർ വരുന്നത് കേട്ടോ. ലൈറ്റ് ഇത് അവിടെ വരും, ഉള്ളിൽ വരുന്ന ലൈറ്റ് ഇവിടെയാണ് വരും. ഇത്രയാണ് നമുക്ക് ഈ ഒരു ഓപ്ഷൻസിൽ ഇൻറ്റീരിയറിൽ ഫീച്ചേഴ്സ് വരുന്നത്. ഇതിലും കൂടുതൽ ഫീച്ചേഴ്സ് വേണം നമ്മൾ അടുത്ത ഓപ്ഷനായ ടർബോയിലേക്ക് നോക്കേണ്ടി വരും. അല്ലെങ്കിൽ ഇതിൽ തന്നെ അത്യാവശ്യം ക്യാമറയും കാര്യങ്ങളും ചെയ്താൽ മതി. റിവേഴ്സ് ക്യാമറ ഓൾറെഡി എസ് പ്ലസിലുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ റിവേഴ്സ് ക്യാമറ എസ് പ്ലസിൽ ഉണ്ടാവില്ല.